ബാലിയിലൂടെയുള്ള യാത്രയുടെ ഭാഗമായി ഇപ്പോൾ ഡെൻപാസറിൽ നിന്നും പുറപ്പെട്ട് ഒരു ദീർഘദൂര ബോട്ട് യാത്രയ്ക്കാണ് നാം ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബാലിയുടെ നുസ പെനിഡ എന്ന കൊച്ചു ദ്വീപിലേക്ക് എത്തിച്ചേരുവാൻ അതിരാവിലെ താമസിച്ചിരുന്ന J4 ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ട് അത്യുത്സാഹത്തോടെയാണ് ഇന്ന് ഈ നുസ പെനിഡ എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് സഹയാത്രികർക്കൊപ്പം ഞാനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 18 സഹയാത്രികരടങ്ങുന്ന യാത്രാ സംഘത്തിൻ്റെ കന്നിയാത്രയാണ് ഈ നുസ പെനിഡ എന്ന പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ഞങ്ങൾ സഞ്ചരിക്കുന്ന ത്രിവേണി ട്രാവൽസ് എന്ന പാലക്കാട് ടൂറിസ്റ്റ് കമ്പനി ബാലിയിലേക്ക് പല ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ട്രിപ്പിൽ മാത്രമാണ് ഈ പുതിയ സ്ഥലം അവർ ആഡ് ചെയ്തതും ഈ പുതിയ സ്ഥലത്തേക്കുള്ള യാത്രയും. ഇതുവരെ വെറും കേട്ടുകേഴ്വി മാത്രമായിരുന്ന നുസ പെനിഡ എന്ന മനോഹര ലക്ഷ്യസ്ഥാനത്തേക്കാണ് ഇന്ന് നാം ഇവിടെ നിന്നും പുറപ്പെടുക. അങ്ങനെ J4 ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്നും അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പുറപ്പെട്ട യാത്രാ സംഘം ഇപ്പോൾ നുസ പെനിഡയിലേക്ക് പുറപ്പെടുന്ന ബോട്ട് ജട്ടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്കായി കാത്തുകിടന്ന ഹൈസ്പീഡ് ബോട്ടിൽ അതീവ സന്തോഷത്തോടെ കടലിലൂടെയുള്ള ബഹുദൂരം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 5 എഞ്ചിനുകൾ ഘടിപ്പിച്ചിട്ടുള്ള സ്പീഡ് ബോട്ടിൽ കുതിച്ചു പായുമ്പോൾ ബോട്ടിൽ നിന്നും പുറകോട്ട് നോക്കുമ്പോൾ വെള്ളം പിന്തള്ളിക്കൊണ്ട് സ്പീഡ് ബോട്ട് യാത്ര ചെയ്യുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നുസ പെനിഡയിലെ തന്നെ ആദ്യത്തെ ബീച്ചിൽ എത്തിച്ചേരുകയും അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. നുസ പെനിഡ എന്ന ഈ തീര പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും നല്ല ഒരു ലൊക്കേഷനാണ് ജലവിനോദത്തിനായി ഇപ്പോൾ നാം സഞ്ചരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഈ കടൽ തീരം. ആഴം കുറഞ്ഞ കടലും തെളിനീരും ഒപ്പം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന കടൽ തീരവും ഒക്കെയാണ് ഇവിടെ യാത്രികരെ ആകർഷിക്കുന്ന പ്രധാന ആകർഷണങ്ങൾ. യാത്രികർക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഇവിടെ ഇവർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ ഈ തീരത്ത് എത്തിച്ചേരുകയും നാം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയ അനേകായിരം യാത്രികർക്കൊപ്പം ഈ തീരത്തെ മനോഹരിത ആസ്വദിച്ചതിന് ശേഷം അവിടെ നിന്നും ഇവിടുത്തെ മറ്റൊരു അതിമനോഹരമായ കാഴ്ചയിലേക്ക് സഹയാത്രികർക്കൊപ്പം നടന്നു നീങ്ങുകയുമാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ വളരെ പ്രശസ്തമായ ബ്രോക്കൺ ബീച്ച് എന്ന ബീച്ചിലേക്കാണ്. വളരെ ആഴത്തിൽ പരന്നു കിടക്കുന്ന ഒരു ബീച്ച് കൂടിയാണ് ഈ ബ്രോക്കൺ ബീച്ച്. അതിമനോഹരമായ കാഴ്ചകളാണ് ഈ ബ്രോക്കൺ ബീച്ച് നമുക്കായി ഇവിടെ. രാവിലെ നാം എത്തുമ്പോൾ തന്നെ ധാരാളം യാത്രികരെ കൊണ്ട് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന യാത്രികരിൽ ഭൂരിപക്ഷവും യൂറോപ്യൻസാണ്. അവർക്ക് ഇങ്ങനെയൊരു ഡെസ്റ്റിനേഷൻ ഏറെ ആകർഷണീയവും കൗതുകം ജനിപ്പിക്കുന്നതുമാണ്. കാരണം പല കാലഘട്ടങ്ങളിൽ ജ്വാലാമുഖി പൊട്ടുകയും അതിൽ നിന്ന് ഉത്ഭവിച്ച ലാവ കൊണ്ട് രൂപപ്പെടുകയും ചെയ്ത വലിയ ആഴമുള്ള ഒരു തെളിനീർ ബീച്ചാണ് ഈ ബ്രോക്കൺ ബീച്ച് എന്ന് നമുക്ക് പറയാമെങ്കിലും ഇവിടെ വെള്ളത്തിലിറങ്ങുവാനോ ജലവിനോദത്തിൽ ഏർപ്പെടാനോ ഉള്ള സാഹചര്യം ഒന്നും നിലനിൽക്കുന്നില്ല. കാരണം കരയിൽ നിന്നും അത്രയേറെ താഴ്ചയിലാണ് ഇവിടെ കടൽ സ്ഥിതി ചെയ്യുന്നതും തിരകൾ തീരത്തേക്ക് വന്ന് ആഞ്ഞടിക്കുന്നതും.
ഇവിടെ ഇറങ്ങുക അതീവ ദുഷ്കരവും ഒപ്പം അതീവ ആപത്കരവുമാണ്. വർഷങ്ങൾ കൊണ്ട് പ്രകൃതി രചിച്ച മനോഹരമായ നിർമ്മിതികളാണ് എന്നും നമുക്ക് ഈ ബീച്ചിൽ ഉടനീളം കാണാൻ സാധിക്കുക. വൃക്ഷങ്ങളും ഒപ്പം ഇവിടെ അടിഞ്ഞുകൂടിയ ലാവയും ഒക്കെ ജലത്തിൻ്റെ വർഷങ്ങളായുള്ള ആഞ്ഞടിക്കൽ മൂലം പലവിധ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെ അവിടെ എത്തുന്ന യാത്രികർക്ക് ഭക്ഷണവും പാനീയങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിനു വേണ്ടി ബീച്ചിന് സൈഡിലായി ധാരാളം കടകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ എത്തി കടകളിൽ നിന്ന് അത്യാവശ്യം ലഘുഭക്ഷണങ്ങളും ഒക്കെ കഴിച്ച് ചായയും മറ്റ് ശീതളപാനീയങ്ങളും ഒക്കെ കഴിച്ച് ഇപ്പോൾ നാം ബീച്ചിൻ്റെ അതിമനോഹരമായ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് 100 മീറ്ററിൽ കൂടുതൽ താഴ്ചയിൽ ഒരു കിളിനീർ തടാകം പോലെ കിടക്കുന്ന സമുദ്രം, ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞടിക്കുന്ന ശക്തിയായ തിരമാലകൾ, ആ തിരമാലകൾ കടലിൻ്റെ ആഴങ്ങളിൽ, കടലിൻ്റെ മേൽപ്പരപ്പിൽ സൃഷ്ടിക്കുന്ന മഞ്ഞു പോലെയുള്ള വെളുത്ത പത നമ്മെ കൂടുതൽ ആകർഷിക്കുന്നതാണ്. അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അവിടെ ഉടനീളം മറ്റ് യാത്രികർക്കൊപ്പം നടന്ന് ധാരാളം ഫോട്ടോകൾ എടുക്കുന്ന മറ്റ് യാത്രികരെ പോലെ ഞാനും യാത്രികരുടെയും ഇവിടുത്തെ പ്രപഞ്ച ഭംഗിയുടെയും തീരത്തിൻ്റെ മനോഹരതയുടെയും ഒക്കെ ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യുകയുണ്ടായി. എത്രയേറെ ഫോട്ടോകളും വീഡിയോകളും എടുത്താലും പിന്നെയും കാണാ കാഴ്ചകൾ ബാക്കിയാണ്. ഫോട്ടോകൾ എടുക്കുന്തോറും കാഴ്ചകൾ നീണ്ടുപോകുന്നു. കാരണം ഇവിടെ പ്രകൃതി നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കാഴ്ചകൾ അത്രയേറെ മനോഹരമാണ്. എത്ര ഫോട്ടോകൾ എടുത്താലും എത്ര വീഡിയോകൾ എടുത്താലും ഏതേത് ഭംഗിയിൽ ഫോട്ടോകൾ എടുത്താലും മതിവരാത്ത മനസ്സുമായി അങ്ങനെ ക്യാമറയ്ക്ക് അഡിക്റ്റായി ഇവിടുത്തെ ദൃശ്യങ്ങൾ ഓരോന്നും ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊപ്പം യാത്ര ചെയ്യുന്ന സഹയാത്രികരും എനിക്ക് മുമ്പേ ഇവിടെ എത്തിച്ചേർന്ന യാത്രികരും എല്ലാം ഇവിടുത്തെ ബീച്ചിൻ്റെ മനോഹരങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ധാരാളം ഫോട്ടോകൾ എടുക്കുകയാണ്. ഒപ്പം ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്ന പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകൾ മനസ്സു നിറയെ കണ്ണു നിറയെ കാണുകയാണ്. നോക്കത്ത ദൂരത്ത് നീണ്ടുകിടക്കുന്ന കടലും ആ കടലിന് ആവരണം സൃഷ്ടിക്കുന്ന ആകാശവും ആകാശത്തിലെങ്ങും പാറി നടക്കുന്ന വെള്ളമേഘങ്ങളും ഒക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ അനാവരണം ചെയ്യപ്പെടുക. അങ്ങനെ ഇവിടെ നിന്നും പ്രകൃതിയുടെ ധാരാളം വിസ്മയങ്ങൾ കാണുകയും അവ ഓരോന്നും വളരെ കൃത്യതയോടെ ക്യാമറയിലേക്ക് പകർത്തുകയും ചെയ്യുമ്പോൾ പിന്നെയും കൂടുതൽ മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് നാം നടന്നു നീങ്ങുന്നത്. താഴേക്ക് നോക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന തിരകൾ തീർക്കുന്ന വെണ്ണുര എവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. നാം ഏത് ദിക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം യാത്രികരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന രംഗമാണ് നാം കാണുന്നത്. ഏതൊരു കല്ലിന് മുകളിലും ഏതൊരു വ്യൂ പോയിന്റിലും ഒക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ധാരാളം യാത്രികർ. അവിടെയെല്ലാം നിന്നുകൊണ്ട് ഈ മനോഹരമായ പ്രകൃതിയുടെ മനോഹരിത ആവോളം ആസ്വദിക്കുന്ന യാത്രികരെയാണ് നമുക്കെങ്ങും കാണാൻ സാധിക്കുക. പാലാഴി പതഞ്ഞു പൊങ്ങുന്ന ഈ സമുദ്രത്തിൽ എത്രമാത്രം വിസ്മയങ്ങളാണ് പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് എന്ന് നാം ഒരു നിമിഷം ഓർക്കുമ്പോഴാണ് പ്രകൃതിയുടെ ഭംഗി നമുക്ക് തീർച്ചയായിട്ടും ഒരു അത്ഭുതമായി തോന്നുക. അങ്ങനെ ഇവിടെ നിന്നും പല രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുമ്പോഴാണ്
നമ്മുടെ യാത്രാ ഗ്രൂപ്പിലെ കുട്ടിയായ ആഷിക്ക് ഒരാഗ്രഹം, തൻ്റെ കുറേയേറെ ഫോട്ടോകൾ നമ്മുടെ ടൂർ ഗൈഡിനെ കൊണ്ട് എടുപ്പിക്കണമെന്ന്. അങ്ങനെ ഇവിടെ ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്കൊപ്പം ട്രാവൽ ചെയ്യുന്ന ടൂർ ഗൈഡ് ആഷിയെ പലവിധ പോസുകൾ കാണിച്ചു കൊടുക്കുകയും ആ പലവിധ പോസുകളിൽ നിന്ന് ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായി ആഷിയുടെ ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ആ ടൂർ ഗൈഡ് എടുക്കുകയുണ്ടായി. അങ്ങനെ ഗ്രൂപ്പിലെ കുട്ടിയുടെ ആഗ്രഹവും സാധിച്ച് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങി പ്രകൃതിയുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന മറ്റനേകം കാഴ്ചകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹയാത്രികർക്കൊപ്പം നാം ഈ നുസ പെനിഡയിലെ ബ്രോക്കൺ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നീല കടലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയും യാത്രികർക്ക് കടലിലിറങ്ങാനോ ഇല്ലെങ്കിൽ ഇവിടുത്തെ കടൽ ജലം സ്പർശിക്കാനോ ഒന്നുമുള്ള ഒരു അവസരവും ഇവിടെ ലഭിക്കില്ല. കാരണം കടൽ അത്രയേറെ താഴ്ചയിലാണ് ഭൂമിയിൽ നിന്നും ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കടലിന് മുകളിലായി കടൽക്കരയിൽ മുകളിൽ നിന്ന് മാത്രമേ ഈ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇവിടെ നിന്നും ധാരാളം ഫോട്ടോകളൊക്കെ എടുത്ത് പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിച്ച് നാം മുന്നോട്ട് നടക്കുമ്പോൾ നാം ഈ നുസ പെനിഡ എന്ന മനോഹരമായ സ്ഥലത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യയുടെ തന്നെ ഭാഗമായ ബാലിയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഒരു ചെറിയ ദ്വീപാണ് ഈ നുസ പെനിഡ എന്ന മനോഹരമായ ദ്വീപ്. ഇത് ക്ലങ്കുങ് ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ്. ഇതിനടുത്തുള്ള നുസ ലംബോങ്കൻ കൂടി ചേർന്നതാണ് ഈ നുസ പെനിഡ. ബാലിയെ ബാതുങ് കടലിടുക്ക് ഈ ദ്വീപിൽ നിന്നും വേർതിരിക്കുന്നു. നുസ പെനിഡയുടെ ഉൾഭാഗം ഉയർന്ന മലകൾ ചേർന്ന ഒന്നു തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 524 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് കിടക്കുന്ന ബാലിയേക്കാൾ ഈ ദ്വീപ് വരണ്ടതാണ് എന്നതാണ് ഈ ബാലി ദ്വീപിൻ്റെയും അതുപോലെ തന്നെ ഈ നുസ പെനിഡയുടെയും ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മഴ വളരെ വിരളമായി മാത്രമേ ലഭിക്കാറുള്ളൂ. ഈ ദ്വീപിൽ വിനോദസഞ്ചാര സൗകര്യങ്ങൾ ബാലിയേക്കാൾ തുലവും കുറവാണ്. കാരണം ഇത് ഇപ്പോൾ ആണ് ഒരു അറിയപ്പെടുന്ന ടൂറിസ്റ്റ് സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് ആരും തന്നെ ഈ നുസ പെനിഡ എന്ന ദ്വീപിലേക്ക് എത്തിച്ചേരാറുണ്ടായിരുന്നില്ല. കാരണം ഡെൻപാസറിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തു വേണം ഈ നുസ പെനിഡ എന്ന ചെറിയ ദ്വീപിലേക്ക് എത്തിച്ചേരാൻ. അതുകൊണ്ട് തന്നെ അടുത്ത കാലം വരെ ഈ നുസ പെനിഡയിൽ ടൂറിസ്റ്റുകൾ അങ്ങനെ എത്തിച്ചേരാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി വരികയാണ്. കാരണം ഡെൻപാസറിൽ നിന്നും നുസ പെനിഡയിലേക്ക് എത്താൻ വേണ്ടി ധാരാളം സ്പീഡ് ബോട്ടുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകളാണ് ഈ നുസ പെനിഡയിൽ ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഈ ദ്വീപിന് അടുത്തായി 2 ചെറിയ ദ്വീപുകൾ കൂടിയുണ്ട്. നുസ ലംബോങ്കൻ, നുസ കെനിംഗൻ. ഇവ ഈ ഡിസ്ട്രിക്റ്റിൽ ചേർത്ത് ഇപ്പോൾ നുസ പെനിഡ എന്നത് ഈ 3 ദ്വീപുകളുടെ ഒരു കൂട്ടായ്മയാണ്. കെക്ക മറ്റാനിൽ 2010 സെൻസസ് പ്രകാരം 45,178 ജനങ്ങളാണുള്ളത്. വിസ്തീർണം ഏതാണ്ട് 202.8 ചതുരശ്ര കിലോമീറ്ററാണ്. ഇങ്ങനെ വളരെയേറെ പ്രാമുഖ്യമുള്ള ഒരു ദ്വീപാണ് ഈ നുസ പെനിഡ. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം തന്നെ മറ്റൊരു ആകർഷണമാണ് ഇവിടെയുള്ള ബാലി പക്ഷി സങ്കേതം. നുസ പെനിഡയും അടുത്ത് കിടക്കുന്ന നുസ ലംബോങ്കൻ, നുസ കെനിംഗൻ എന്നിവ ഒരു പക്ഷി സങ്കേതമായി ഇവിടുത്തെ തദ്ദേശീയർ രൂപപ്പെടുത്തുകയുണ്ടായി. ദ്വീപിലുള്ള ജനങ്ങൾ പരമ്പരാഗതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാണ്
ഈ പക്ഷി സങ്കേതങ്ങൾ ഇപ്പോൾ പരിപാലിച്ച് വരുന്നത്. ഇവിടെ പക്ഷി സങ്കേതം എന്ന ആശയം കൊണ്ടുവന്നത് ഫ്രണ്ട്സ് ഓഫ് നാഷണൽ പാർക്സ് ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷനാണ്. 2006 ഈ ഭാഗത്തുള്ള 35 ഗ്രാമങ്ങൾ ഒന്നിച്ച് അവരുടെ പരമ്പരാഗതമായ സംരക്ഷണ പ്രവർത്തനത്തിന് ശ്രമിച്ചു. അവിക് ഇത് അറിയപ്പെടുന്നു. അന്ന് തൊട്ട് FNPF ഇന്തോനേഷ്യയിലെ വിവിധ പക്ഷികളെ ഇവിടെ മാറ്റിപ്പാർപ്പിക്കുകയും അങ്ങനെ ഒരു പക്ഷി സങ്കേതമായി ഇതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. ഇവയിൽ ബാലിയിൽ മാത്രം കണ്ടുവരുന്ന അത്യപൂർവ പക്ഷി ജനുസായ ബാലി സ്റ്റെർലിംഗും പെടും. 2005 ഈ പക്ഷികളുടെ കാട്ടിലെ എണ്ണം വെറും 10-ൽ താഴെ മാത്രമായിരുന്നു. എന്നാൽ ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായി നുസ പെനിഡ സങ്കേതത്തിലേക്ക് 64 കൂട്ടിൽ പിടിച്ചിട്ടിരുന്ന ബാലി സ്റ്റെർലിംഗ് പക്ഷികളെ തുറന്നു വിട്ടിരുന്നു. 2009 ഈ പക്ഷികളുടെ എണ്ണം 100ആയി വർദ്ധിക്കുകയുണ്ടായി. ജാവ കുരുവി, മിറ്റ്ജൽസ്, ലോറിക്കിറ്റ്, സൾഫർ ക്രെസ്റ്റഡ് കോക്കാറ്റു എന്നിവയാണ് ഈ സങ്കേതത്തിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ട മറ്റ് പക്ഷിയിനങ്ങൾ. ഇങ്ങനെ ബാലിയുടെ പക്ഷി സങ്കേതത്തെപ്പറ്റിയും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഈ പക്ഷി സങ്കേതത്തിൻ്റെ അതുപോലെ തന്നെ ഈ ബാലി ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ടതിലേറെ മനോഹരമായ കാഴ്ചകളാണ് ഈ ബ്രോക്കൺ ബീച്ചിൻ്റെ ഈ ഭാഗത്തായി നമുക്ക് കാണാനുള്ളത്. ആഴങ്ങളിൽ പരന്നു കിടക്കുന്ന സമുദ്രവും അതിൽ തിരയടിക്കുന്ന തിരമാലകളും ആ പ്രകൃതി ഭംഗിയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുന്ന ഡ്രോൺ ക്യാമറകളും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ഇങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മറ്റ് യാത്രികർക്കൊപ്പം, എൻ്റെ സഹയാത്രികർക്കൊപ്പം ഞാനും അത്യുത്സാഹത്തോടെ ഇവിടെ നടക്കുകയാണ് കാഴ്ചകൾ ക്യാമറയിൽ പകർത്താൻ വേണ്ടി. ഇവിടെ പല തട്ടുകളിലായി വ്യൂ പോയിന്റുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. ഓരോ വ്യൂ പോയിന്റിലും നിന്ന് പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വളരെയേറെ രസമാണ്. കാരണം ഓരോ വ്യൂ പോയിന്റും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരിക പ്രകൃതിയുടെ ഓരോ ഭംഗിയുള്ള മുഖമാണ്. കാരണം പല ആംഗിളിൽ നിന്ന് നമ്മുടെ മനോഹരമായ ഈ പ്രകൃതിയെയും ഈ ബീച്ചിനെയും ഈ കടലിനെയും കടലിൻ്റെ വശ്യമായ സൗന്ദര്യത്തെയും ഒക്കെ നാം കാണുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും പുതുതായി അനുഭവപ്പെടുന്നു. അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്കായി പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നാം ധാരാളം ഫോട്ടോകളും ഒക്കെ എടുത്ത് നമ്മുടെ സഹയാത്രികർക്കൊപ്പം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു നീങ്ങി ഇവിടുത്തെ കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും ഒക്കെ ധാരാളം പകർത്തുകയാണ്. എവിടെ നോക്കിയാലും അത്ഭുതകരമായ കാഴ്ചകൾ മാത്രം. യാത്രികർക്കായി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെപ്പറ്റി നാം എടുത്ത് പറയാതെ നിവൃത്തിയില്ല. ഏറ്റവും പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ കൂടി ഇവിടെ യാത്രികർക്കായി ധാരാളം സൗകര്യങ്ങളാണ് ഈ തദ്ദേശ ഭരണകൂടം ഒരുക്കിയിരിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളവും ടോയ്ലറ്റ് ഫെസിലിറ്റിയും അതുപോലെ മറ്റനേകം സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഇവിടെയുള്ള ഈ മനോഹരമായ കാഴ്ചകളും കണ്ട് പ്രകൃതിയുടെ മനോഹരമായ വശ്യമായ സൗന്ദര്യവും ആസ്വദിച്ച് അങ്ങനെ നാം മുന്നോട്ട് നടക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരിച്ചുള്ള യാത്രയെക്കുറിച്ചാണ്. നമ്മുടെ തിരിച്ചുള്ള യാത്ര ഡൻപാസറിലേക്കാണ്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്പീഡ് ബോട്ട് യാത്ര. അതിലേക്കായി സഹയാത്രികർക്കൊപ്പം ഞാനും നടന്നു നീങ്ങുകയാണ്.